നമസ്കാരം, തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരകൗശല തൊഴിലാളികൾക്ക് കൈത്താങ്ങായി TJKC. തൃശൂരിൽ ഒരേ സമയം 6 പുതിയ വിപണന കേന്ദ്രങ്ങൾ പ്രവർത്തനം തുടങ്ങി. പാലക്കാട് ആമയൂരിൽ മദ്യലഹരിയിൽ അശ്രദ്ധമായി വാഹനമോടിച്ച് കാൽനട യാത്രികനെ ഇടിച്ചു വീഴ്ത്തി. 42-കാരന് ദാരുണാന്ത്യം. എടത്തുരുത്തിയിൽ പ്രവാസിയുടെ വീട്ടുമുറ്റത്തെ വിലപിടിപ്പുള്ള അലങ്കാര ചെടി കവർന്നു. മോഷ്ടാക്കൾ അപഹരിച്ചത് 40,000 രൂപ വിലയുള്ള ചെടി. പാലക്കാട് വാടാനം കുറിശി റെയിൽവേ മേൽപ്പാലത്തിനു മുകളിൽ സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 10 പേർക്ക് പരിക്കേറ്റു. സ്കൂൾ പരിസരത്തെ ആയുർവേദ കടയുടെ മറവിൽ നിരോധിത പുകയില വിൽപ്പന. വൻ ഹാൻഡ് ശേഖരവുമായി 2 പേർ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. വാർത്തകൾ വിശദമായി. കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരമായി വിപണി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ജില്ലാ കരകൗശല തൊഴിലാളി സഹകരണ സംഘത്തിന്റെ പുതിയ ചുവടുവെപ്പ്. വെള്ളാങ്ങല്ലൂർ ഉൾപ്പെടെ ജില്ലയിലെ 6 കേന്ദ്രങ്ങളിൽ പുതിയ വിപണന ശൃംഖല ആരംഭിച്ചു. കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ജില്ലാ കരകൗശല തൊഴിലാളി സഹകരണ സംഘം വെള്ളാങ്ങല്ലൂർ, അന്തിക്കാട്, ചേലക്കര, തിപ്പിലശ്ശേരി, കാട്ടൂർ, ചേറ്റുപുഴ എന്നിവിടങ്ങളിൽ പുതിയ വിപണന കേന്ദ്രങ്ങൾ പ്രവർത്തനമാരംഭിച്ചു. വെള്ളാങ്ങല്ലൂരിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ P. രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കേന്ദ്രങ്ങളെ ഓൺലൈനിലൂടെ ബന്ധിപ്പിച്ചായിരുന്നു ഉദ്ഘാടനം. സംഘം പ്രസിഡന്റ് ബാലൻ കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. മുഖ്യപ്രഭാഷണം നടത്തിയ സംഘം രക്ഷാധികാരിയും സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാനുമായ KP മനോജ് കുമാർ തൃശൂർ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 15 വിപണന കേന്ദ്രങ്ങളും ഒരു പർച്ചേസ് സെന്ററും ആസ്ഥാന കേന്ദ്രവും പ്രവർത്തിക്കുന്നതിനൊപ്പം പുതിയ 6 കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുന്നത് കരകൗശല മേഖലയ്ക്ക് വലിയ കരുത്താകുമെന്ന് പറഞ്ഞു. കരകൗശല തൊഴിലാളികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കുക എന്നതാണ് സഹകരണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. ജില്ലയിലുടനീളം വിപണന ശൃംഖല വിപുലീകരിക്കുന്നതിലൂടെ തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കരകൗശല നിർമ്മാണ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനും കഴിയുമെന്നും മനോജ് കുമാർ പറഞ്ഞു. മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ബിജു D. കുറ്റിക്കാട് നിക്ഷേപം സ്വീകരിച്ചു. സഹകരണ സർക്കിൾ യൂണിയൻ മുകുന്ദപുരം താലൂക്ക് ചെയർമാൻ TK ഉണ്ണികൃഷ്ണൻ, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് അംഗം ബിജു പോൾ എന്നിവർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ശില്പി KS മനോജിനെ ചടങ്ങിൽ ആദരിച്ചു. MFTC പ്രസിഡന്റ് P. സന്തോഷ് കുമാർ, വൈസ് പ്രസിഡന്റ് ചിന്തു സതീശൻ, NITC വൈസ് പ്രസിഡന്റ് KV മധു, സൂര്യഭാരതി ഗ്രൂപ്പ് വിവിധ സംരംഭങ്ങളുടെ ഡയറക്ടർമാരും വകുപ്പ് മേധാവികളുമായ TK ജയകുമാർ, KP ജയകൃഷ്ണൻ, MFTC ഡയറക്ടർമാരായ VR സിന്ധു, ഇന്ദിര വിജയൻ, NITC ഡയറക്ടർ ജയറാം, SB ഇൻഷുറൻസ് ഡയറക്ടർ P. അജിത് കുമാർ, GM മഹേഷ് വാര്യർ, ഷിജോഷ്, പ്രേമ, സ്വർണമുഖി GM വിജേഷ്, സജീവ്, NBFC GM മനോജ് താമറ്റൂർ, ശ്രീഗോവിന്ദ്, NITC ഡയറക്ടർ സനിത രാജു, HR-മാരായ അഞ്ജന ശ്രീനിവാസൻ, സൂര്യ, PRO ബിജു ആട്ടോർ, KM ശ്രീജ, സംഘം സെക്രട്ടറി ലക്ഷ്മി ദേവി മേനോൻ, K. കേശവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് ആമയൂരിൽ മദ്യലഹരിയിൽ അശ്രദ്ധമായി വാഹനമോടിച്ച് കാൽനട യാത്രികനെ ഇടിച്ചു വീഴ്ത്തി. 42-കാരന് ദാരുണാന്ത്യം. മദ്യലഹരിയിൽ അശ്രദ്ധമായി വാഹനമോടിച്ച് കാൽനട യാത്രികനെ ഇടിച്ചു വീഴ്ത്തി. 42-കാരന് ദാരുണാന്ത്യം. അപകടം വിതച്ച ഡ്രൈവറെ കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് ആമയൂരിൽ കഴിഞ്ഞ രാത്രിയോടെയായിരുന്നു അപകടം. ആമയൂർ സെന്ററിൽ വെച്ച് റോഡിനരികുവശം ചേർന്ന് നടന്നു പോവുകയായിരുന്ന ആമയൂർ സ്വദേശി കുറുപ്പുതൊടി വീട്ടിൽ 42-കാരൻ സലീമാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് സലീമിനെ ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് വിവരങ്ങൾ. അപകടത്തെ തുടർന്ന് താർ ജീപ്പ് ഓടിച്ചിരുന്ന തൃത്താല ഉള്ളന്നൂർ സ്വദേശി മുഹമ്മദ് റാഷിദിനെ കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചെറുതുരുത്തിയിൽ സ്കൂൾ പരിസരത്തെ ആയുർവേദ കടയുടെ മറവിൽ നിരോധിത പുകയില വിൽപ്പന. വൻ ഹാൻഡ് ശേഖരവുമായി 2 പേർ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായി. സ്കൂൾ പരിസരത്ത് ആയുർവേദ കടയുടെ മറവിൽ നിരോധിത പുകയില വിൽപ്പന. വൻ ഹാൻസ് ശേഖരവുമായി 2 പേർ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായി. ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ചെറുതുരുത്തി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരവുമായി ദേശമംഗലം സ്വദേശികളായ 39-കാരൻ മഹേഷ്, 48-കാരൻ സുനിൽകുമാർ എന്നിവർ പിടിയിലായത്. ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ആയുർവേദ കടയിലാണ് സംഭവം. സ്കൂൾ പരിസരത്ത് തന്നെ വാടകയ്ക്ക് വീടെടുത്താണ് പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അർദ്ധരാത്രിയോടെ ചെറുതുരുത്തി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വൻ ലഹരി ശേഖരം പിടിച്ചെടുത്തത്. തൃശൂർ എടത്തുരുത്തിയിൽ വീട്ടുമുറ്റത്തെ വിലപിടിപ്പുള്ള അലങ്കാര ചെടി കവർന്നു. 40,000 രൂപ വിലയുള്ള ചെടിയാണ് മോഷ്ടാക്കൾ കവർന്നത്.
പ്രവാസിയുടെ വീട്ടുമുറ്റത്തു നിന്നും വിലപിടിപ്പുള്ള അലങ്കാര ചെടി കവർന്നു. മോഷ്ടാക്കളുടെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. എടത്തിരുത്തി കൊപ്രക്കളം വലിയ വീട്ടിൽ പോളിന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള അലങ്കാര ചെടിയാണ് കാറിലെത്തിയ സംഘം മോഷ്ടിച്ചത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. പോളും കുടുംബവും വിദേശത്താണ്. ആളില്ലാത്ത സമയം നോക്കി ഏകദേശം 40,000 രൂപ വില വരുന്ന അലങ്കാര ചെടിയാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കൈമംഗലം പോലീസിൽ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. പാലക്കാട് വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 10 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് വാടനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടം. 10ഓളം പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. പട്ടാമ്പിയിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന സ്വകാര്യ ബസും എതിർദിശയിൽ നിന്നും വന്ന മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ബസ്സിലെയും മിനി ലോറിയിലെയും ഡ്രൈവർമാരും ബസ്സിലെ യാത്രക്കാരും ഉൾപ്പെടെ 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. അപകടത്തിൽ 2 വാഹനങ്ങളുടെയും മുൻഭാഗം തകർന്ന നിലയിലാണ്. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പാലത്തിൽ നിന്നും മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.